അപ്പോൾ ജൂതന്മാർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം കൊടുക്കാം എന്നുള്ള പ്രഖ്യാപനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജൂതന്മാർക്ക് ഒരു രാജ്യം ലഭിച്ചു. ആ രാജ്യത്തിൻ്റെ പേരാണ് മക്കളെ എന്തെന്ന്? ഇസ്രായേൽ. ഓക്കെ അല്ലേ? വേണം, അല്ലെങ്കിൽ പലസ്തീൻകാർക്ക് എന്ത് വേണം? സ്വന്തമായിട്ടൊരു രാജ്യം വേണം അല്ലേ? അങ്ങനെ ആ ഒരു രാജ്യം വേണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ലോകത്ത് ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിൽ ആര് ഇടപെടും? അമേരിക്ക ഭയങ്കരമായിട്ട് അങ്ങ് ഇടപെടും. നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് പശ്ചിമേഷ്യ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ പറയാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ്? ഇതാണ് ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായിട്ട് എന്താണ് ബാൽഫർ പ്രഖ്യാപനം, രണ്ടാമതായിട്ട് എന്താണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം, മൂന്നാമതായിട്ട് എന്താണ് PLO അഥവാ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ പലസ്തീൻ വിമോചന സംഘടന, നാലാമതായിട്ട് എന്താണ് ഓസ്ലോ കരാർ. ഇത്ര പോലെ ടോപ്പിക്കാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ സിമ്പിളാണ്, എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത് എന്താണ് ബാൽഫർ പ്രഖ്യാപനം എന്നുള്ളതാണ്. എന്താണ് ബാൽഫർ പ്രഖ്യാപനം? ഓക്കെ അല്ലേ? പ്രഖ്യാപനം എന്നാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, ബാൽഫർ എന്നുള്ളത് ഒരാളുടെ പേരാണ് അല്ലേ? എന്ത് ബാൽഫറാണത്? അത് ആർതർ ബാൽഫറാണ്. ഓക്കെ, ആർതർ അല്ലേ ബാൽഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരായത്. അപ്പോൾ ആരാണ് ഈ ആർതർ ബാൽഫർ എന്ന് പറയുന്ന ആൾ? മറ്റാരുമല്ല, ഇംഗ്ലണ്ടിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയാണ്. ആര് അല്ലേ? ഇംഗ്ലണ്ടിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയാണ് അല്ലേ? സെക്രട്ടറിയാണ് എന്തെന്ന്? ആർതർ ബാൽഫർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നോക്കി എന്താണ് ആ പ്രഖ്യാപനം അല്ലേ? അത് പറഞ്ഞേക്കാണ്ട് മുമ്പേ നമ്മൾ ഒരാളെ പരിചയപ്പെടാനുണ്ട്. നിങ്ങൾ ഓൾറെഡി അറിയുന്ന ആൾക്കാർ തന്നെയാണ്, മറ്റാരുമല്ല, അത് ജൂതന്മാരാണ്. ആരാണ് ഈ ജൂതന്മാർ? നമ്മൾ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇവരെ കുറിച്ചിട്ട് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ആര്? ജൂതന്മാർ അല്ലേ? നമ്മൾ പഠിച്ചില്ലേ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജൂതന്മാർ ഒറ്റിക്കൊടുത്തു, ജർമ്മനിനെ ഒറ്റിക്കൊടുത്തു എന്നുള്ള വിശ്വാസമാണ് പ്രധാനമായിട്ടും ഹിറ്റ്ലറിനെ എന്തിനെ പ്രേരിപ്പിച്ചത്? ജൂതന്മാരെ വേട്ടയാടാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. മാത്രമല്ല, ജൂതന്മാരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന സംഗതിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹോളോകോസ്റ്റിൽ കൊണ്ടുപോകുന്നു, വിഷവാതകം എന്ത് ചെയ്യുന്നു, അടിച്ച് കയറ്റിയിട്ട് ഇവരെ മൊത്തം എന്ത് ചെയ്യുന്നു, കൊല്ലുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ജൂതന്മാർക്ക് സ്വന്തമായിട്ടൊരു രാജ്യമില്ല മക്കളെ. ഇവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു. അപ്പോൾ ജൂതന്മാർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം കൊടുക്കാം എന്നുള്ള പ്രഖ്യാപനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ? എന്തിനാണ് ജൂതന്മാർക്ക് സ്വന്തമായിട്ട് രാജ്യം കൊടുക്കുന്നത്? വെറുതെ അല്ല. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇംഗ്ലണ്ടിനെ സഹായിച്ചു ആര്? ജൂതന്മാർ. അതിന് പ്രത്യുപകാരമായിട്ട് പല രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന ജൂതന്മാർക്ക് എന്തു കൊടുക്കാം? സ്വന്തമായിട്ട് ഒരു രാജ്യം കൊടുക്കാം എന്ന് ആര് പറയുന്നു? ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള ആർതർ ബാൽഫർ പറയുന്നു. ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇത് കിട്ടി. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഓക്കെ അല്ലേ? എന്താ ഒറ്റ വരിയിൽ എന്ത് ചെയ്യുക, ഈ സാധനം അങ്ങ് പഠിച്ചങ്ങ് വെക്കുക. എന്താണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? ജൂതന്മാർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിമ്പിൾ അല്ലേ? ജൂതന്മാർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം അല്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രസ്ഥാനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി നോക്ക്, 1948 ആകുമ്പോഴേക്ക് ജൂതന്മാർക്ക് ഒരു രാജ്യം ലഭിച്ചു. ആ രാജ്യത്തിൻ്റെ പേരാണ് മക്കളെ എന്തെന്ന്? ഇസ്രായേൽ. ഓക്കെ അല്ലേ? ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രമാണ്? അതൊരു ജൂത രാഷ്ട്രമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എപ്പോഴാണ് ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നത്? 1948. ഓക്കെ അല്ലേ? അങ്ങനെ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതോടു കൂടിയിട്ട് ഇസ്രായേലിൻ്റെ അല്ലേ മറ്റ് ഭാഗങ്ങളിലൊക്കെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് മറ്റ് ഭാഗങ്ങളിലായിട്ടുള്ള പല അറബ് രാജ്യങ്ങളെയും ആര് ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി?
ഇസ്രായേൽ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അല്ലേ. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഏത്? പലസ്തീൻ. എന്താണ് പാലസ്തീൻ അല്ലെങ്കിൽ പലസ്തീൻ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഇസ്രായേൽ പലസ്തീനെ ആക്രമിച്ചതോടുകൂടി അല്ലെങ്കിൽ പലസ്തീനെ പല രീതിയിൽ ഉപദ്രവിക്കുന്നതോട് കൂടിയിട്ട് പലസ്തീനിലുള്ള അറബ് വംശജരൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? മറ്റ് അറബ് രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറി പോകാൻ വേണ്ടി തുടങ്ങി. ഓക്കെ അല്ലേ. അപ്പോൾ പലസ്തീനുകളെ ഇവിടുന്ന് ഇസ്രായേലുകാർ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് പുറത്താകുന്നു. അപ്പോൾ പലസ്തീന് എന്ത് വേണം? അല്ലെങ്കിൽ പലസ്തീൻകാർക്ക് എന്ത് വേണം? സ്വന്തമായിട്ടൊരു രാജ്യം വേണം അല്ലേ. അങ്ങനെ ആ ഒരു രാജ്യം വേണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് രൂപീകരിക്കപ്പെട്ടുള്ള സംഘടനയാണ് മക്കൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പലസ്തീൻ വിമോചന സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? പലസ്തീൻ വിമോചന സംഘടന. ഓക്കെ അല്ലേ. വിമോചന സംഘടന എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. സംഘടന അല്ലേ. PLO പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ആര്? ഇതാ ഈ കാണുന്ന ആൾ. ആര്? യാസർ അറാഫത്ത്. ഇതുകൂടി എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ. ഇത്ര പോരെ കാര്യങ്ങൾ കിട്ടിയോ? ഇസ്രായേലും പലസ്തീനും തമ്മിൽ അല്ലേ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അത് അവിടെ ബോധ്യപ്പെട്ടുവല്ലോ. ഇനി നോക്ക്, ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ആരൊക്കെ തമ്മിൽ? ഇസ്രായേലും പലസ്തീനും തമ്മിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും ഇസ്രായേലുകാർ പലസ്തീൻകാർ ഇവിടുന്ന് അല്ലേ പുറത്താക്കിയത് തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവരുടെ ഇടയിലായിട്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ശ്രമിച്ച ആളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കിയേ, നിരവധി രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം 1993 ആകുമ്പോഴേക്കും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം പലസ്തീനെ സ്വന്തം രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അംഗീകാരം നൽകി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ നാലാമത്തെ എന്താണ് പോയിൻ്റാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അല്ലേ. എന്താണ്? ഓസ്ലോ കരാർ അല്ലേ. ഓസ്ലോ കരാർ. ഓക്കെ അല്ലേ. ഈ ഓസ്ലോ കരാർ ഏത് വർഷമാണ് ഒപ്പുവെക്കുന്നത്? 1993 ഒപ്പുവെക്കുന്നത്. ആരൊക്കെ തമ്മിൽ ഒപ്പുവെക്കുന്നത്? നമുക്കറിയാം, ഇസ്രായേലും അതേപോലെ തന്നെ പലസ്തീനും തമ്മിലാണ് ഒപ്പുവെക്കുന്നത്. ആരുടെ മധ്യസ്ഥതയിലാണ് ഇത് ഒപ്പുവെക്കുന്നത്? അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇത് ഒപ്പുവെക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്ര പോലെയാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഏതെങ്കിലും രീതിയിൽ മനസ്സിലാത്ത കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് കമൻറ്റിൽ ചോദിക്കുക. ഇനി അടുത്തെന്താണ്? സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. ഓക്കെ അല്ലേ. അപ്പോൾ 20ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു സംഭവമാണ് എന്തെന്ന്? സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. നമുക്കറിയില്ലേ, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 2 ആൾക്കാർ ലോകം നിയന്ത്രിക്കുന്ന വൻ ശക്തികളായിട്ട് മാറി. അവരാരൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം അല്ലേ, അമേരിക്കയാണ്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞ ആരാണ്? സോവിയറ്റ് യൂണിയനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. പക്ഷേ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യുന്നു അല്ലെ? 1991 കൂടിയിട്ട് സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയാവുന്നു. 1991 സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുന്നത് അല്ലേ. അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ നോക്കിയേ, എന്തൊക്കെയാണ് ഈ ഒരു സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആൾ മക്കളെ എന്തെന്ന്? മിഖായിൽ ഗോർബച്ചേവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ. എന്താണ് ആ ഭരണ പരിഷ്കാരങ്ങൾ എന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയ്ക്ക, ഇതൊക്കെയാണ് എന്തെന്ന് അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ എന്താണെന്ന്? സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമതായിട്ട് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ്. നാലാമതായിട്ട് സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായിട്ടുള്ള പരാജയമാണ്. അപ്പോൾ ഈ 4 പോയിന്റ് എന്ത് ചെയ്യുക? പഠിക്കുക. മാത്രമല്ല 1991 ആകുമ്പോഴത്തേക്ക് എന്ത് ഇല്ലാതെയാവുന്നു? സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയാവുന്നു എന്നുള്ള കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് സംഭവിച്ചു? അമേരിക്കയും സോവിയറ്റ് യൂണിയനും എന്തായിട്ട് മാറി? 2 വൻ ശക്തികളായിട്ട് മാറി. 1991 ആകുമ്പോഴേക്ക് ആരുടെ കാലം അവസാനിച്ചു? സോവിയറ്റ് യൂണിയൻ്റെ കാലം അവിടെ അവസാനിച്ചു അല്ലേ. പകരം അവിടെ ആര് മാത്രമായി? അമേരിക്ക മാത്രമായില്ലേ. ഈ ഒരു പ്രോസസ്സിനെയാണ് മക്കളെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഏകധ്രുവ ലോകക്രമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് അമേരിക്കയുടെ ആധിപത്യം, ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഏകധ്രുവ ലോകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയില്ലേ. അപ്പോൾ അവിടെ ആര് മാത്രം അവശേഷിച്ചു? അമേരിക്ക മാത്രം അവിടെ അവശേഷിച്ചു എന്നുള്ളത്. ഇനി അമേരിക്ക ആഗോള രംഗത്ത്
എന്താണ് അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഇനി പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞത്. അതിൽ ഒന്നാമത് നോക്കിയ മക്കൾ എന്താണ്, അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകി. അല്ലേ, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ലോകത്ത് ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിൽ ആര് ഇടപെടും? അമേരിക്ക ഭയങ്കരമായിട്ട് അങ്ങ് ഇടപെടും. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇപ്പോൾ ഇസ്രായേലും പലസ്തീനും തമ്മിൽ പ്രശ്നമുള്ള സമയത്ത് ആരിടപെട്ടു? അമേരിക്ക ഇടപെട്ടു. ഇനിയിപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഇടപെടാണ്ട് വരുന്ന ആര് തന്നെയായിരിക്കും? അത് അമേരിക്ക തന്നെയായിരിക്കും. അല്ലേ, മാത്രമല്ല ഇങ്ങനെ ഇവർ ഇടപെടും എന്ന് മാത്രമല്ല സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് സഹായങ്ങൾ നൽകുകയും ചെയ്യും. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇന്ത്യക്ക് സൈനികമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഏതെങ്കിലും ഒരു കാലത്ത് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അങ്ങോട്ടേക്ക് സഹായിക്കേണ്ടി വരും. അപ്പം മെയിനായിട്ട് ഇതാണ് അവരുടെ ഉദ്ദേശം. അതായത് സാമ്പത്തികമായിട്ട് സൈനികമായിട്ട് സഹായം നൽകുമ്പോൾ തിരിച്ചും അത് അങ്ങോട്ടേക്ക് കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ കുബുദ്ധി എന്ന് പറഞ്ഞത്. രണ്ടാമതായിട്ട് സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. അല്ലേ, അമേരിക്ക മറ്റ് രാജ്യങ്ങളുമായിട്ട് സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. ഇനിയോ മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അല്ലേ, ഇത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇപ്പം പത്രങ്ങൾ എടുത്ത് നോക്കുന്ന അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസം അമേരിക്കയുടെ പേരെന്ത് ചെയ്യും, മെൻഷൻ ചെയ്യും. നിങ്ങൾ ഇന്നത്തെ പത്രം എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ഇന്നലത്തെ പത്രം എടുത്ത് നോക്ക്, 5 ദിവസം മുമ്പത്തെയോ ഒരാഴ്ച മുമ്പത്തെയോ ഒക്കെ എന്ത് ചെയ്യുക, പത്രങ്ങൾ എടുത്ത് നോക്കുക. അതിലൊക്കെ നമുക്ക് പരസ്യത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ കൂടിയും നമുക്ക് ആരുടെ പേര് കാണാൻ വേണ്ടി പറ്റും? അമേരിക്കയുടെ പേര് കാണാൻ വേണ്ടി പറ്റും. അതെന്താണ്? അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. മാക്സിമം എന്ത് ചെയ്യുക, മാധ്യമങ്ങളെ അല്ലേ തങ്ങളുടെ ആ ഒരു പേരെന്ത് ചെയ്യുക, മാക്സിമം ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക. ഫെയിം കൂടും, അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ കൂടിയും എന്താണ്, അമേരിക്ക എന്നുള്ള ആ ഒരു പേരെന്ത് ചെയ്യുക, വീണ്ടും 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 ജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ലോകത്തെ കൊണ്ട് എന്ത് ചെയ്യുക, പറയിപ്പിക്കുക. അത് അവരോടൊരു ഒരു താല്പര്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ്, മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഈ 3 പോയിന്റുകളാണ് അമേരിക്ക അവരുടെ സർവാധിപത്യം ലോകത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പരീക്ഷയുടെ ചോദ്യം ഇങ്ങനെ ചോദിക്കുക, എന്താണ്, അമേരിക്ക ആഗോള രംഗത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും മെനഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണത് എന്നാണ് പരീക്ഷയിൽ ചോദിക്കുക. അപ്പോൾ ഈ 3 പോയിന്റ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതേണ്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തെന്താണ്, നവസാമ്രാജ്യത്വം. മക്കളെ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് എന്താണ് സാമ്രാജ്യത്വം എന്നുള്ളത്. അല്ലേ, എന്താ സാമ്രാജ്യത്വം? അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മുകളിൽ സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും ആധിപത്യം നേടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സ് നമുക്ക് എന്ത് പറയാം? അതിനെയാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നുണ്ടോ? പ്രത്യക്ഷമായിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, അല്ലേ, പക്ഷെ പരോക്ഷമായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നവ സാമ്രാജ്യത്വം എന്ന് പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബഹുരാഷ്ട്ര കമ്പനികളെന്ന് പഠിക്കണം. ഈ ബഹുരാഷ്ട്ര കമ്പനികളാണ് യഥാർത്ഥത്തിൽ നവസാമ്രാജ്യത്വം എന്ത് ചെയ്യുന്നത്, നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. എന്താ ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. ഇപ്പം ഞാൻ ഒരു മൊബൈൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഒരു കമ്പനി പല രാജ്യങ്ങളിൽ ആ ഒരു കമ്പനിയുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബഹുരാഷ്ട്ര കമ്പനിയാണ്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണത്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ രാജ്യത്ത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു കമ്പനി ജപ്പാനിലും ചൈനയിലും അമേരിക്കയിലും അല്ലേ എല്ലാ രാജ്യങ്ങളും ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബഹുരാഷ്ട്ര കമ്പനികളാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ബഹുരാഷ്ട്ര കമ്പനി അതൊന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇനി എന്താ പറഞ്ഞത്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വികസ്വരവും അവികസിതവുമായിട്ടുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ ഇടപെടാൻ വേണ്ടി തുടങ്ങി. അല്ലേ, നമ്മളെ സാമ്രാജ്യത്വം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മുകളിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് വഴി എന്ത് ചെയ്യുക, അധികാരം സ്ഥാപിക്കുന്നതാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ബഹുരാഷ്ട്ര കമ്പനികളാണ് എന്ത് ചെയ്യുന്നത്, വികസ്വരമായിട്ടുള്ള അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ അവികസിതമായിട്ടുള്ള രാജ്യങ്ങളുടെ മുകളിൽ എന്ത് ചെയ്യുന്നത്, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഇടപെടുന്നത്. ഇതിനെയാണ് മക്കൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, നവ സാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ. എന്ന് പറഞ്ഞാൽ സിമ്പിൾ. നിങ്ങൾ നിന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഇപ്പോൾ
അമേരിക്കയുടെ ഒരു കമ്പനിയാണ് എന്തെന്ന് യൂട്യൂബ് എന്ന് പറയുന്നത്. എത്ര ആൾക്കാർ യൂട്യൂബ് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്? യൂട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കും അല്ലേ, പിന്നെ വാട്സപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ലാഭവിഹിതം നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അമേരിക്കയിലേക്കല്ലേ പോകുന്നത്. നമ്മൾ അതിൽ ആ ഒരു സംഗതികൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, നമ്മളുടെ സമയം, ഇതൊക്കെ ആരപഹരിക്കുന്നുണ്ട്? അങ്ങനെയുള്ള കമ്പനികൾ അപഹരിച്ച് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ഇതെന്താണ്? ഇത് പഴയ സാമ്രാജ്യത്വത്തിൻ്റെ പുതിയ രൂപമാണ്. ഇതാണ് എന്ത് പേര് അറിയപ്പെടുന്നത്? നവ സാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുന്നതാണ് വിശ്വസിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പുത്തൻ സാമ്പത്തിക നയം അല്ലെ, അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം. അതിൽ ഉദാരവൽക്കരണം പറയുന്നുണ്ട്, സ്വകാര്യവൽക്കരണം പറയുന്നുണ്ട്, ആഗോളവൽക്കരണം പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അതിൽ ഒന്നാമത്തെയാണെന്തെന്ന്? ഉദാരവൽക്കരണം. എന്താ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ, ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാൻ വേണ്ടിയിട്ട് ഇറക്കുമതി നിയമങ്ങളും നികുതികളും എന്ത് ചെയ്യുക? ഉദാരമാക്കുക. അതായത് മറ്റ് കമ്പനികൾ നമ്മുടെ രാജ്യത്തേക്ക് വരണമെങ്കിൽ നമ്മൾ കടുപ്പത്തിൽ നമ്മളുടെ നികുതികളും അല്ലേ നിയമങ്ങളും അവിടെ കടുപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ മറ്റ് കമ്പനികളും കൂടെ കയറി വരുമോ? ഇല്ല. അപ്പോൾ മറ്റ് കമ്പനികൾ കടന്നു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഇറക്കുമതി നിയമങ്ങളും നികുതികളും എന്ത് ചെയ്യണം? നമ്മൾ അല്ലേ ഒന്ന് ലിബറലാക്കി മാറ്റണം, അല്ലെങ്കിൽ എന്താന്ന് ഒന്ന് കട്ടി കുറക്കണം അല്ലേ, അല്ലെങ്കിൽ ഉദാരമാക്കണം. അപ്പോൾ ഇതാണ് എന്തെന്ന്? ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അടുത്തെന്താന്ന്? സ്വകാര്യവൽക്കരണം അല്ലേ. എന്താ സ്വകാര്യവൽക്കരണം? സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക? സ്വകാര്യവൽക്കരിക്കുക. ഇതിനാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക? സ്വകാര്യവൽക്കരിക്കുക. ഇതിനെ നമ്മൾ എന്ത് പറയുക? സ്വകാര്യവൽക്കരണം എന്ന് പറയാം. അടുത്തെന്താന്ന്? ആഗോളവൽക്കരണം അല്ലേ. എന്താണ്? രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായിട്ട് ബന്ധിപ്പിക്കുക. ഇതിൻ്റെ ഒരു സവിശേഷതയാണ് അല്ലേ. അതേപോലെ തന്നെ എന്താണ്? ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, മത്സരങ്ങളിൽ ഊന്നിയിട്ടുള്ള കമ്പോളങ്ങൾ നിലവിൽ വരിക. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞിട്ടെ. ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന, നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി അല്ലേ. അത് ഏത് രാജ്യത്തിൻ്റെ ആയിരിക്കും? ഇന്ത്യൻ കമ്പനി തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല. അത് ഒരുപക്ഷെ ചൈനീസ് കമ്പനി ആവാം അല്ലേ. അപ്പോൾ ചൈനയുടെ ആ ഒരു ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു വരുന്നുണ്ട്. അത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? അത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുക? ആഗോള സമ്പദ്ഘടനയുമായിട്ട് എന്ത് ചെയ്യുക? ബന്ധിപ്പിക്കുക അല്ലേ. നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് സാധനങ്ങൾ എടുത്ത് നോക്ക്. ഇപ്പോൾ എന്താണ്? ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ബോഡി, അതിൻ്റെ മദർ ബോർഡ് അല്ലേ, അതിൻ്റെ കീബോർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന സാധനമായിരിക്കാം. ഇപ്പോൾ അതിൻ്റെ കീബോർഡ് ആണെങ്കിൽ ഒരു പക്ഷേ ഫ്രാൻസ് അല്ലേ, ഫ്രാൻസിൽ നിർമ്മിച്ച സാധനമായിരിക്കാം. അതിൻ്റെ മദർ ബോർഡ് ആണെങ്കിൽ ഒരുപക്ഷെ ചൈന നിർമ്മിച്ചതായിരിക്കാം അല്ലേ. അതിൻ്റെ സ്ക്രീൻ ആണെങ്കിൽ ഒരു പക്ഷേ അതെന്ത് ചെയ്യാം? ജപ്പാൻ നിർമ്മിച്ചതായിരിക്കാം. ഇതെല്ലാം കൂട്ടിച്ചേരുമ്പോഴാണെന്ന് അതൊരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുക? ആഗോള സമ്പദ്ഘടനയുമായിട്ട് ബന്ധിപ്പിക്കുക. ഇതാണ് ആഗോളവൽക്കരണം അല്ലേ. പിന്നെയോ ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു, മത്സരങ്ങളിൽ ഊന്നിയിട്ടുള്ള കമ്പോളങ്ങൾ നിലവിൽ വന്നു. തീർച്ചയായിട്ടും അല്ലേ. ഇപ്പോൾ മൊബൈൽ ഫോൺ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലേ. ഓരോരോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു മൊബൈൽ എന്ന് പറഞ്ഞാൽ 2019 അടുത്തുള്ള ഫോണാണ്. ഓക്കെ, അന്ന് അതിന് 17,000 രൂപയാണെന്ന് അന്നത്തെ വില എന്ന് പറയുന്നത് അല്ലേ. ഇന്ന് ആ ഒരു ഫോണിൻ്റെ തന്നെ പല വേരിയൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എങ്ങനെ? വിത്ത് ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലേ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് അതേ മൊബൈലിൻ്റെ മറ്റ് വേരിയൻറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ ഉണ്ടാവും, മറ്റ് കമ്പനികളുമായിട്ട് മത്സരങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതും എന്ത് തന്നെയാണ്? ആഗോളവൽക്കരണത്തിൻ്റെ മറ്റൊരു കാര്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെയോ അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതികവിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു. തീർച്ചയായിട്ടും അല്ലേ. പല രാജ്യങ്ങൾ കടന്നിട്ട് പല ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തേക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കും പോകാൻ വേണ്ടി തുടങ്ങി അല്ലേ. സേവനങ്ങളും വിഭവങ്ങളും പിന്നെയോ മൂലധനം അല്ലേ, പിന്നെയോ പുത്തൻ സാങ്കേതികവിദ്യ, മനുഷ്യ വിഭവശേഷി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നില്ലേ? പല രാജ്യങ്ങളിലേക്ക് നമ്മൾ എത്ര ആൾക്കാർ പല രാജ്യങ്ങളിൽ പോയിട്ട്
ജോലി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? മനുഷ്യ വിഭവശേഷിയുടെ ഒഴുക്കാണ്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആഗോളവൽക്കരണം എങ്ങനെയാണ് വികസ്വര രാജ്യങ്ങളെ ദോഷകരമായിട്ട് ബാധിച്ചത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ടുന്ന കാര്യമുണ്ട്. വികസ്വര രാജ്യമുണ്ട്, വികസിത രാജ്യമുണ്ട് അല്ലേ? എന്താ വികസിത രാജ്യം? ഓൾറെഡി വികസിച്ച രാജ്യങ്ങളാണ് വികസിത രാജ്യം എന്ന് പറഞ്ഞത്. വികസ്വര രാജ്യം എന്ന് പറഞ്ഞാൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണ്, വികസിച്ച് കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള വികസ്വര രാജ്യങ്ങളെ എങ്ങനെയാണ് ആഗോളവൽക്കരണം ബാധിച്ചത്? ഒന്നാമതായിട്ട് ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. രണ്ടാമതായിട്ട് തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. മൂന്നാമതായിട്ട് കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും കാർഷികോൽപ്പന്നങ്ങളുടെ വിലയൊക്കെ ഇടിയുന്നുണ്ട്. തദ്ദേശീയ സംസ്കാരങ്ങളുടെ എന്താണ് തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. എന്താണ് ഈ നമ്മൾ മലയാളികൾ ഇപ്പോൾ സംസാരിക്കും, ഒരു 10 മിനിറ്റ് നമ്മൾ സംസാരിച്ച് നോക്കിയേ, അതിൽ എത്ര ഇംഗ്ലീഷ് വേർഡുകൾ കടന്നു വരും അല്ലേ? തീർച്ചയായിട്ടും അല്ല, നമ്മളുടെ സംസ്കാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മെല്ലെ മെല്ലെ അങ്ങ് അല്ല, അതിങ്ങനെ മെല്ലെ മെല്ലെ നമ്മളറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾ വിലയിടുക അല്ലേ? ഇപ്പോൾ റബ്ബർ, ഇപ്പോൾ എന്താണ് നിങ്ങൾ ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് പറയുന്നതാണ്, ഒരു 200 രൂപയാണ് 1 കിലോ എന്താണ് റബ്ബർ ഷീറ്റിൻ്റെ വില എങ്കിൽ ഇപ്പോൾ അത് 170 അല്ലെങ്കിൽ 130 ഒക്കെയാണ്. അതെന്തുകൊണ്ടാണ്? മറ്റ് രാജ്യങ്ങളുടെ റബ്ബർ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും അല്ലേ നമ്മളുടെ റബ്ബറിൻ്റെ വില ഇടിയും. ക്ലിയർ ആയോ? അപ്പോൾ കാർഷികോൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക? വിലയിടിഞ്ഞു. പിന്നെയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. സാമൂഹിക സേവന മേഖലയിൽ നിന്ന് സർക്കാരുകൾ പിന്മാറി. പിന്നെയോ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇങ്ങനെ വികസ്വര രാജ്യങ്ങൾ എന്ത് ചെയ്യും? ദോഷകരമായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര പോരാവുന്ന മക്കളെ നമുക്ക് ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് കമൻറ്റിൽ നിങ്ങളൊന്ന് അറിയിക്കുക അല്ലെങ്കിൽ ചോദിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് പരിഗണിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യുക? വീണ്ടും കാണാം. പുതിയ ചാപ്റ്റർ ഏത്? പൊതുഭരണം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യുക? അത് തുടങ്ങാം.